الحمد لله رب العالمين. الحمد لله الذي خلق السماوات والأرض في 6 أيام ثم استوى على العرش. الحمد لله الذي باركنا بالقرآن، الذي باركنا بشعبان ورمضان. نشهد أن لا إله إلا الله وحده لا شريك له، ونشهد أن محمدا عبده ورسوله. اللهم صل على سيدنا محمد وعلى آل سيدنا ومولانا محمد كما صليت على إبراهيم وعلى آل إبراهيم، وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. قال الله تعالى في قرآنه المجيد: أعوذ بالله من الشيطان الرجيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. أما بعد، يا أيها الناس أوصيكم وإياي أولا بتقوى الله. ബഹുമാന്യരായ വിശ്വാസികളെ, വിശ്വാസിനികളെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയെ സൂക്ഷിച്ചുകൊണ്ട് തഖ്വയോടുകൂടി അല്ലാഹുവിന്റെ റമദാനിന്റെ ബർക്കത്ത് മുഴുവൻ നേടിയെടുക്കുന്ന ആളുകളുടെ കൂട്ടത്തിൽ നമ്മെ എല്ലാവരെയും അല്ലാഹു ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. തഖ്വയോടുകൂടി ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ ആദ്യമായി എന്നോടും തുടർന്ന് നിങ്ങളോടും വസിയത്ത് ചെയ്യുകയാണ്. ഒരിക്കല് ഒരു ചെറിയ കുട്ടി, ഒരു 10 വയസ്സുള്ള ഒരു കുട്ടി, അസ്ർ നമസ്കാരത്തിന്റെ സമയത്താണ് പെട്ടെന്ന് ആ കുട്ടി ഉറക്കം എഴുന്നേൽക്കുന്നത്. ഞെട്ടി എണീറ്റതാണ്. എഴുന്നേറ്റ ഉടനെ ആ കുട്ടി കരയാൻ തുടങ്ങി. അസ്റിന്റെ സമയം കഴിഞ്ഞു പോയല്ലോ എന്ന് ആലോചിച്ചിട്ടുള്ള കരച്ചിലാണ്. അവൻ ഓടി വളരെ പെട്ടെന്ന് തന്നെ ഒതുവെടുത്ത് പള്ളിയിലേക്ക് വേഗത്തിൽ നടന്നു പോവുകയാണ്. ഇനി എങ്ങാനും നമസ്കാരം കഴിഞ്ഞിട്ടില്ലെങ്കിലോ എന്ന് വിചാരിച്ചിട്ട് ഓടി പോവുകയാണ്. ഇങ്ങനെ നടന്നു പോയിക്കൊണ്ടിരിക്കുമ്പോൾ ആളുകളൊക്കെ പള്ളിയിൽ നിന്ന് അസ്ർ നിസ്കാരം കഴിഞ്ഞിട്ട് ഇങ്ങനെ പുറത്തേക്ക് ഇറങ്ങി വരാം. ഇവനവന്റെ സങ്കടം അടക്കാൻ കഴിയാതെ ഏങ്ങി ഏങ്ങി കരയാൻ തുടങ്ങി. അപ്പോഴാണ് ആ കുട്ടിക്ക് ഓർമ്മ വന്നത്, വേറൊരു പള്ളിയിൽ ജമാഅത്ത് തുടങ്ങാനായിട്ടുള്ളൂ. അങ്ങനെ ആ നിമിഷം ആ കുട്ടിയുടെ മനസ്സിന്റെ ഉള്ളിൽ വല്ലാത്തൊരു സന്തോഷം ഉണ്ടാവുകയും മുഖത്ത് ആ ഒരു പുഞ്ചിരി വിടരുകയും ആ കുട്ടി ആ പള്ളിയിലേക്ക് ഓടിപ്പോവുകയും ചെയ്തു. അങ്ങനെ ആ പള്ളിയിലെത്തി, പള്ളിന്റെ പുറത്ത് ഇങ്ങനെ ചെരുപ്പൊക്കെ ഇട്ടിരിക്കുന്ന സ്ഥലം ഉണ്ടാവുമല്ലോ, ആ സ്ഥലത്തെത്തിയിട്ട് ഇങ്ങനെ ഏന്തി നോക്കുകയാണ് പള്ളിയിലേക്ക്, ജമാഅത്ത് ഞാൻ തുടങ്ങിയിട്ടുണ്ടോ. അപ്പൊ ജമാഅത്ത് തുടങ്ങിയിട്ടില്ല. ആ കുട്ടി അവിടെ ആ ചെരുപ്പൊക്കെ ഇടുന്ന ആ സ്ഥലത്ത് നിലത്ത് സുജൂദ് ചെയ്തിട്ട് അള്ളാഹുവിനോടുള്ള ശുക്റിന്റെ സുജൂദ് ചെയ്തു എന്നാണ്. ഈ സംഭവം കണ്ടിരിക്കുന്ന ഒരാള് പുറത്തുനിന്ന് ഇങ്ങനെ വീക്ഷിക്കണം. അപ്പൊ ഈ കുട്ടി പുറത്തു വന്നപ്പോ, നിസ്കാരമൊക്കെ കഴിഞ്ഞ് പുറത്തു വന്ന സമയത്ത് ഈ കുട്ടിയോട് അദ്ദേഹം ചോദിച്ചു, എന്താണ് സംഭവം, എന്തിനാണ് ഇങ്ങനെ കരഞ്ഞത്, പിന്നെ ഓടിയത്, പിന്നെ ചിരിച്ചത്, ഇവിടെ കിടന്ന് ശുക്രിന്റെ സുജൂദ് ചെയ്തത്, ഇതൊക്കെ എന്താണ് ഇതിന്റെ ഒരു അർത്ഥം എന്ന് ആ കുട്ടിനോട് ചോദിച്ചപ്പോ ആ കുട്ടി ഒരു ഹദീസ് പറഞ്ഞു. അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നതായിട്ട് അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്നത്, മൻ സ്വല്ലാ ലില്ലാഹി 40 യൗമൻ ഫീ ജമാഅത്തിൻ യുദ്രികു തക്ബീറൽ ഊലാ കുതിബ ലഹു ബറാഅതൻ ബറാഅത്തുൻ മിനൻ നാർ വ ബറാഅത്തുൻ മിനൻ നിഫാഖ്. ആരെങ്കിലും ഒരാൾ 40 ദിവസം നിരന്തരമായി മുറിയാതെ എല്ലാ ജമാഅത്തുകളും അവ്വൽ തക്ബീറിന് എത്തുകയാണെങ്കിൽ
അവന്റെ പേരിൽ 2 മോചനങ്ങൾ എഴുതപ്പെട്ടിരിക്കുന്നു. അതിലൊന്ന് നരകത്തിൽ നിന്നുള്ള മോചനമാണ്, രണ്ടാമത്തത് കാപട്യത്തിൽ നിന്ന്, നിഫാഖിൽ നിന്നുള്ള മോചനമാണ് എന്നാണ്. ഈ ദിവസം ഈ കുട്ടിയുടെ 40ാമത്തെ ദിവസമായിരുന്നു, അവസാനത്തെ നമസ്കാരമാണ്. ഈ നമസ്കാരം മിസ്സായി കഴിഞ്ഞാൽ ഈ 40 ദിവസം മുഴുവനാവില്ലല്ലോ. ഈ 40 ദിവസം മുഴുവനായിട്ടില്ലെങ്കിൽ ഈ മോചനങ്ങൾ എനിക്ക് ലഭിക്കാതെ പോകുമല്ലോ എന്നുള്ള വ്യഥയിലായിരുന്നു ഈ കുട്ടിയുടെ ഈ കരച്ചിലുണ്ടായിരുന്നത് എന്നാണ്. ഒരു ചെറിയ കുട്ടിയുടെ മനസ്സിൽ അള്ളാഹുവിന്റെ ദീനിനോടുള്ള, അള്ളാഹുവിന്റെ വാഗ്ദാനങ്ങളോടുള്ള ഒരു പ്രത്യേകമായ ആവേശം ഈ ഒരു ചെറിയ സംഭവം നമുക്ക് കാണിച്ചിരുന്നുണ്ട്. നമ്മുടെ ജീവിതത്തിലൊക്കെ, നമ്മുടെ കരിയറിലാവട്ടെ, നമ്മുടെ സാമ്പത്തികമായ ഒബ്ജക്റ്റീവുകളിലാവട്ടെ, നമ്മുടെ കുടുംബത്തിന്റെ കാര്യങ്ങളിലാവട്ടെ, നമ്മുടെ സമൂഹത്തിന്റെ കാര്യങ്ങളിലാവട്ടെ, ഏതൊരു കാര്യത്തിലാണെങ്കിലും നമുക്ക് പ്രത്യേകമായ ഗോളുകൾ ഉണ്ടാവും. ഇത്ര വർഷം കൊണ്ട് അസോസിയേറ്റ് എന്നുള്ള പൊസിഷനിൽ നിന്ന് മാനേജർ എന്നുള്ള പൊസിഷനിലേക്ക് എത്തണം. ഇത്ര വർഷം കൊണ്ട് 4 ലക്ഷം സാലറി എന്നുള്ളത് 10 ലക്ഷം സാലറി ആയി മാറണം. ഇത്ര വർഷം കൊണ്ട് എന്റെ കുടുംബത്തിലെ എല്ലാ ആളുകളും ഏർണിംഗ് ആയി മാറണം. ഇത്ര വർഷം കൊണ്ട് എനിക്കൊരു വീടുണ്ടാക്കണം. ഇത്ര വർഷം കൊണ്ട് എനിക്കൊരു സ്ഥിരമായ ഒരു ജോലി ഉണ്ടാവണം. ഇങ്ങനെ തുടങ്ങി നമ്മുടെ മനസ്സിൽ, നമ്മുടെ ജീവിതത്തിൽ നമ്മൾ സ്ഥിരമായി പ്ലാൻ ചെയ്തുകൊണ്ടിരിക്കുന്ന, ഗോളുകൾ സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നതായി നമുക്ക് കാണാൻ സാധിക്കും. ഇതിന്റെയൊക്കെ അടിസ്ഥാനം എന്ന് പറയുന്നത്, അങ്ങനെ ഗോൾ സെറ്റ് ചെയ്യുമ്പോഴാണ് നമ്മൾ അതിനു വേണ്ടി പണിയെടുക്കുകയും അതിനുവേണ്ടി ഷെഡ്യൂൾ ഉണ്ടാക്കുകയും ടൈം ടേബിൾ ഉണ്ടാക്കുകയും, ചില ആളുകൾക്ക് ബോഡി ഫിറ്റ് ആക്കുക എന്നുള്ളതായിരിക്കും, ചില ആളുകൾക്ക് തടി കുറക്കുക എന്നുള്ളതായിരിക്കും, കലോറിയൊക്കെ റെഡിയാക്കി എടുക്കുക എന്നുള്ളതായിരിക്കും, ഡയറ്റിംഗ് ഒക്കെ തുടങ്ങാം. ഇങ്ങനെ ഒരു ഷെഡ്യൂൾ ഉണ്ടാക്കി, ഗോൾ ഉണ്ടാക്കി നമ്മൾ നമ്മുടെ ജീവിതത്തിനെ ഇങ്ങനെ ചിട്ടപ്പെടുത്തിക്കൊണ്ടേയിരിക്കും. ഈ ചിട്ടപ്പെടുത്തിയാലേ ആ ഗോളിലേക്ക് എത്താൻ പറ്റുള്ളൂ എന്നുള്ളതാണ്. ഈ കുട്ടിയുടെ ജീവിതത്തിന്റെ മുമ്പിൽ, ഈ സംഭവത്തിന്റെ മുമ്പിൽ നമ്മൾ തലകുനിച്ച് നിൽക്കേണ്ട അവസ്ഥയിലാണ് നമ്മൾ ഉള്ളത് എന്നോർക്കുക. ആ കുട്ടിയുടെ ഗോളുകൾ അള്ളാഹുവിന്റെ ഇബാദത്തിന് വേണ്ടിയിട്ടുള്ള, അള്ളാഹുവിന്റെ സാമീപ്യത്തിന് വേണ്ടിയിട്ടുള്ള, നരകത്തിൽ നിന്നുള്ള മോചനത്തിന് വേണ്ടിയിട്ടുള്ള, നിഫാഖ് കാപട്യത്തിൽ നിന്നുള്ള മോചനത്തിന് വേണ്ടിയിട്ടുള്ള ഗോൾ സെറ്റ് ചെയ്ത് അതിനു വേണ്ടി പണിയെടുക്കുന്ന ഒരു കുട്ടിയായിരുന്നു അത്. ഇങ്ങനെയുള്ള ചിട്ടകളാവണം, ഇങ്ങനെയുള്ള ഗോൾ സെറ്റിംഗ് ആയിരിക്കണം നമ്മുടെ ജീവിതത്തിലെ ഈ വർഷത്തെ റമദാൻ എന്നാണ് ഈ സമയത്ത് പറഞ്ഞു വെക്കാൻ ആഗ്രഹിക്കുന്നത്. വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം വിശ്വാസിയെ അടിസ്ഥാനപരമായ, അവന്റെ ജീവിതത്തിന്റെ അടിസ്ഥാനപരമായ ഒരു സംഗതി അല്ലാഹു സുബ്ഹാനഹു വ തആല സൂചിപ്പിക്കുന്നത് അതിന്റെ ചിട്ടയാണ്. അതിനൊരു ക്രമം ഉണ്ടായിരിക്കണം, അതിനൊരു ചിട്ടയുണ്ടായിരിക്കണം, അതിനൊരു ഒബ്ജക്റ്റീവ് ഉണ്ടായിരിക്കണം. നമ്മുടെ ആക്ഷനുകൾക്ക്, നമ്മുടെ കാര്യങ്ങൾക്ക്, നമ്മുടെ കർമ്മങ്ങൾക്ക് പ്രത്യേകമായ ഒരു ഒബ്ജക്റ്റീവ് ഉണ്ടായിരിക്കണം. എന്തിനു വേണ്ടിയിട്ടാണ് ഇത് ചെയ്യുന്നത് എന്നുള്ളതിനെ കുറിച്ചിട്ടുള്ള ധാരണകൾ ഉണ്ടായിരിക്കണം. കോൺഷ്യസ് ആയിരിക്കണം മനുഷ്യൻ. അൺകോൺഷ്യസ് ആവാൻ മനുഷ്യനെ അല്ലാഹു സുബ്ഹാനഹു വ തആല സമ്മതിക്കുന്നേയില്ല. അതുകൊണ്ട് തന്നെ ഏത് പരാധീനാവസ്ഥയിലാണെങ്കിലും, കാല് മുറിഞ്ഞു കിടക്കുകയാണെങ്കിലും നമസ്കാരം അയാൾക്ക് ബാധകമാണ്. 5 വക്ത് നമസ്കാരം അയാൾക്ക് ബാധകമാണ്. എവിടെയോ ഓടിപ്പോയി എന്തോ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുന്ന ഒരു അടിമയെ അള്ളാഹു വിളിച്ചുകൊണ്ട് പറയാണ്, ഇങ്ങോട്ട് വാ, ഇവിടെ വന്ന് നിൽക്ക്, നമ്മ കുറച്ചേരം സംസാരിച്ചിരിക്കാം. ഇതാ നമസ്കാരം. എന്നെ മറന്നുകൊണ്ട് നീ ഇങ്ങനെ പോകുന്നത്, എവിടെയോ പോയി എന്തോ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുന്നതിന് പകരം അതിലേക്ക് തന്നെ ഇന്ധനമായി മാറുന്ന ഞാനുമായുള്ള സാമീപ്യത്തിലേക്ക് അടുത്തുവാ. നമസ്കാരത്തിലേക്ക് ഓടിവാ, വിജയത്തിലേക്ക് ഓടിവാ.
അതിൽ വളരെ രസകരമായ ഒരു സംഗതിയുണ്ട്. ബാങ്ക് കൊടുക്കുന്ന സമയത്ത് നമ്മൾ അതിനെന്ത് ചെയ്യും? അതിനുള്ള മറുപടികൾ പറഞ്ഞുകൊണ്ടിരിക്കും, അതിനുള്ള പ്രാർത്ഥനകൾ ചൊല്ലിക്കൊണ്ടിരിക്കും. അള്ളാഹു അക്ബർ എന്ന് വാദ്യം ചെല്ലുമ്പോ നമ്മൾ അള്ളാഹു അക്ബർ എന്ന് തിരിച്ചു പറയും, നമ്മുടെ മനസ്സിൽ പറയും. അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അഷ്ഹദു അന്ന മുഹമ്മദൻ റസൂലുള്ളാഹ് നമ്മൾ റിപ്പീറ്റ് ചെയ്യും. ഹയ്യ അലസ് സ്വലാഹ് ഹയ്യ അലൽ ഫലാഹ് എന്ന് പറയുമ്പോ നമ്മുടെ മറുപടി എന്താ? ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്. അല്ലാഹുവേ, ഒരു ഹാലുമില്ല, ഒരു ഖുവത്തുമില്ല നീ അല്ലാതെ, നിന്നാലല്ലാതെ ഒരു ഹാലും ഒരു ഖുവത്തും എനിക്കില്ല. നീ നമസ്കാരത്തിലേക്കാണ് വിളിക്കുന്നതെങ്കിൽ പോലും ഞാൻ നമസ്കാരത്തിലേക്ക് എത്തിച്ചേരണമെങ്കിൽ അല്ലാഹുവേ നിന്റെ ഹാലും നിന്റെ ഖുവത്തും വേണം. ഞാൻ സ്വന്തം വിചാരിക്കണം എനിക്ക് നിസ്കാരത്തിൽ എത്തിയേ പറ്റുള്ളൂ, എത്തൂല. അതിന് അള്ളാഹുവിന്റെ ഒരു പ്രത്യേകമായ അനുഗ്രഹം ഉണ്ടെങ്കിലാണ് നമ്മൾ നിസ്കാരത്തിലേക്ക് എത്തിച്ചേരുന്നത്. അപ്പൊ നമസ്കാരത്തിലേക്ക് എത്തിച്ചേരണമെങ്കിൽ പോലും നമുക്ക് അള്ളാഹുവിന്റെ പ്രത്യേകമായ കാരുണ്യം ആവശ്യമാണ് എന്ന് നമ്മൾ വീണ്ടും വീണ്ടും നമ്മളെ തന്നെ ഓർമ്മിപ്പിക്കുകയാണ് ഓരോ ബാങ്കിലും നമ്മൾ മറുപടി പറയുമ്പോൾ. അപ്പൊ നമ്മളൊന്ന് ആലോചിച്ച് നോക്കുക, ഇതിനെക്കുറിച്ചൊന്നും ബോധമില്ലാതെ ഇങ്ങനെ നടക്കാൻ തീരുമാനിച്ചിരിക്കുകയാണെങ്കിൽ പിന്നെ അള്ളാഹു ഇങ്ങോട്ട് തിരിഞ്ഞു നോക്കുമോ നമ്മളെ? അള്ളാഹു ഇങ്ങനെ 5 വക്ത് നമ്മളെ വിളിച്ചുകൊണ്ടിരിക്കുമ്പോ ഞാൻ വേറൊരു പണിയിലാണ് പടച്ചോനെ, ഞാൻ കുറച്ചേണ്ടി വരാം എന്ന് പറയാൻ എന്ത് ധൈര്യമാണ് നമ്മുടെ മനസ്സിന്റെ ഉള്ളിലുള്ളത് എന്നൊന്നുകൂടി ഒന്ന് ആലോചിച്ച് നോക്കുക. ഇതിനെ തിരുത്താനുള്ളൊരു സന്ദർഭമാവട്ടെ റമദാൻ എന്നാണ് ഈ ഒരു സന്ദർഭത്തിൽ സൂചിപ്പിച്ചു വെക്കാനുള്ളത്. ശഹ്റു റമദാൻ അല്ലദീ ഉൻസില ഫീഹിൽ ഖുർആനു ഹുദൽ ലിന്നാസ് വബയ്യിനാതിൻ മിനൽ ഹുദാ വൽ ഫുർഖാൻ. റമദാനിനെ കുറിച്ചുള്ള ക്ലാസുകളും ഖുതുബകളും ഒക്കെ നമ്മൾ കേട്ടിട്ടുണ്ടാവും. ഷഹ്റു റമദാൻ എന്ന് പറയുന്നത് നോമ്പ് നിർബന്ധമാക്കപ്പെട്ട മാസമാണ്, ഖുർആൻ ഇറങ്ങിയിട്ടുള്ള മാസമാണ്. ഇനി മനസ്സിനെ കുറിച്ച് മനസ്സിലാക്കാം. ഒരു മനുഷ്യന്റെ മനസ്സിന് ഒരു കഴുതയോളം താഴാനും അതിനേക്കാൾ അധപ്പതിക്കുവാനും ഒരു മലക്കിനോളം ഉയരാനും അതിനേക്കാൾ ഉയരത്തിൽ എത്തിച്ചേരുവാനും സാധിക്കും എന്ന് പ്രവാചകൻ പഠിപ്പിച്ചിട്ടുണ്ട് സല്ലല്ലാഹു അലൈഹി വസല്ലം. അങ്ങനെ ഏറ്റവും താഴ്ന്ന മനസ്സ് എന്ന് പറയുന്നത് ഹവയെ പിന്തുടരുന്ന മനസ്സാണ്. ഈ ഹവ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് തോന്നുന്നത് ചെയ്യാം. മനസ്സ് പറയുന്നത് എന്താണോ അത് അങ്ങനെ തന്നെ ചെയ്യാൻ ശ്രമിക്കുന്ന ഒരു മനസ്സിനെ കുറിച്ചാണ് ഹവയെ പിന്തുടരുന്ന മനസ്സ് എന്ന് പറയുന്നത്. അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, അഖ്വഫു മാ അഖാഫു അലാ ഉമ്മത്തി ഇത്തിബാഉൽ ഹവ വതൂലുൽ അമൽ. അമ്മ ഇത്തിബാഉൽ ഹവ ഫയസുദ്ദു അനിൽ ഹഖ് വഅമ്മ തൂലുൽ അമൽ ഫയുൻസാ അൽ ആഖിറ. എന്റെ ഉമ്മത്തിനെ കുറിച്ച് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, എന്റെ ഉമ്മത്തിനെ കുറിച്ച് എനിക്ക് ഏറ്റവും കൂടുതൽ ഭയമുള്ളത് ഇത്തിബാഉൽ ഹവ. അവര് ഹവയെ പിന്തുടരും, സ്വന്തം മനസ്സെന്താണോ പറയുന്നത് അതിനെ പിന്തുടരുന്നതായി മാറുന്നതിനെ കുറിച്ചാണ് ഞാൻ ഭയപ്പെടുന്നത്. വതൂലുൽ അമൽ, വളരെ ദീർഘമായ പ്രതീക്ഷകൾ, അനന്തമായ പ്രതീക്ഷകൾ. അനന്തമായ പ്രതീക്ഷകൾ എന്നുള്ളത് അള്ളാഹുവിനെ കുറിച്ചുള്ളതല്ല, ഈ ലോകത്തെ കുറിച്ച്, ഇഹലോകത്തെ കുറിച്ചുള്ള ദൂരമായ സ്വപ്നങ്ങൾ കാണുക. ഇത് രണ്ടും എന്റെ ഉമ്മത്തിനെ കുറിച്ച് ഞാൻ ഏറ്റവും കൂടുതൽ ഭയപ്പെടുന്നു എന്ന് അള്ളാഹുവിന്റെ പ്രവാചകൻ പറയുകയാണ്. എന്നിട്ട് പറയുന്നു അമ്മത്തിബാഉൽ ഹവ, കാരണം സ്വന്തം മനസ്സിനെ അനുസരിച്ച് നടക്കുന്ന ഒരു മനുഷ്യൻ ഫയസുദ്ദു അനിൽ ഹഖ്, അവനെ സത്യത്തിൽ നിന്ന് അത് തടസ്സപ്പെടുത്തും, നന്മയിൽ നിന്ന് തടസ്സപ്പെടുത്തും, ഹക്കിൽ നിന്ന് തടസ്സപ്പെടുത്തും. വഅമ്മാ തൂലുൽ അമൽ ഫയുൻസാ അൽ ആഖിറ. എന്നാൽ ദീർഘമായ ഐഹികമായ സ്വപ്നങ്ങൾ എന്ന് പറയുന്നത് അവൻ ആഖിറത്തിനെ കുറിച്ചുള്ള ബോധമില്ലാണ്ടാക്കി കളയും. ഇങ്ങനെ 2 അവസ്ഥകൾ മനസ്സിന് സംഭവിക്കാനുള്ള സാധ്യതകൾ വളരെയധികം. ഈ സാധ്യതകളെ മുൻനിർത്തിക്കൊണ്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു വെക്കുന്നത്
3 തരത്തിലുള്ള മനസ്സാണ് ഒരു മനുഷ്യനുള്ളത്. നഫ്സുൻ അമ്മാറത്തുൻ ബിസ്സൂ. മനസ്സ് എന്ന് പറയുന്നത് അള്ളാഹുവിന്റെ പ്രവാചകൻ അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, ഉബർരിഉ നഫ്സി ഇന്ന നഫ്സ ലഅമ്മാറത്തുൻ ബിസ്സൂ. അള്ളാഹുവിന്റെ പ്രവാചകർ പറയുന്നുണ്ട്, എന്റെ മനസ്സിനെ കുറിച്ച് എനിക്ക് പേടിയാണ്. ഇന്ന നഫ്സ ലഅമ്മാറത്തുൻ ബിസ്സൂ. തിന്മകളെ കുറിച്ച് ഇങ്ങനെ നിരന്തരം അത് ചെയ്യാൻ വേണ്ടി പ്രേരിപ്പിച്ചു കൊണ്ടിരിക്കുന്ന തരത്തിലുള്ള ഒരു മനസ്സാണ് മനസ്സ് എന്ന് പറയുന്നത്. ഇങ്ങനെയുള്ളൊരു സ്ഥിതി മനസ്സിനുണ്ട്, നഫ്സിനുണ്ട്. ഈ നഫ്സിന്റെ മറ്റൊരു സ്ഥിതി എന്ന് പറയുന്നത് നഫ്സുൽ ലവ്വാമ. അത് തിന്മകൾ ചെയ്യുന്ന മനസ്സാണ്. പക്ഷേ തിന്മകൾ ചെയ്യുന്ന മനസ്സാണെങ്കിൽ പോലും അത് ചെയ്തു കഴിയുമ്പോൾ ആ മനസ്സിന്റെ ഉള്ളിൽ ഒരു പ്രായശ്ചിത്തം, ഒരു 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 എടങ്ങൽ, ഒരു ബുദ്ധിമുട്ട്, ഒരു പ്രയാസമുള്ളൊരു മനസ്സായിരിക്കും. നഫ്സുൽ ലവ്വാമ. മൂന്നാമത്തെ മനസ്സ് നഫ്സുൽ മുത്മഇന്ന. നഫ്സുൽ മുത്മഇന്ന. യാ അയ്യതുഹൻ നഫ്സുൽ മുത്മഇന്ന ഇർജിഇ ഇലാ റബ്ബികി റാദിയതൻ മർദിയ ഫദ്ഖുലി ഫീ ഇബാദി വദ്ഖുലി ജന്നതി. ഇത് മനോഹരമായിട്ടാണ് നഫ്സുൽ മുത്മഇന്നയെ കുറിച്ച് അള്ളാഹു പറയുന്നത്. മുത്മഇന്ന ത്വമഇനീനത്തുള്ള മനസ്സാണ്, അടങ്ങിയിരിക്കുന്ന മനസ്സാണ്, ശാന്തിയുള്ള മനസ്സാണ്, എല്ലാത്തിലും സംതൃപ്തി അടങ്ങാൻ കഴിയുന്ന മനസ്സാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അൽ മുത്മഇന്ന. അങ്ങനെയുള്ള മനസ്സിനെ കുറിച്ച് അതിന്റെ മരണത്തിന്റെ സമയത്ത് ആ മനസ്സിനെ കുറിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്. അതിനോട് ഇങ്ങനെ ഒഴുകി ഒഴുകി വരാൻ വേണ്ടി പറയും. മനസ്സിൽ നിന്ന് ഇങ്ങനെ ഒഴുകി വരും. അങ്ങനെ അള്ളാഹു അതിനെ സ്വർഗത്തിലേക്ക്, ജന്നത്തിലേക്ക് സ്വാഗതം ചെയ്തു കൊണ്ടുപോകും. ഇതാണ് നഫ്സുൽ മുത്മഇന്ന. ഒരു മുഅ്മിനിന്റെ, ഒരു വിശ്വാസിയുടെ ട്രാവലിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ തുടക്കം ഏതായിക്കൊള്ളട്ടെ, അതിന്റെ ഒടുക്കം എന്ന് പറയുന്നത് നഫ്സുൽ മുത്മഇന്നയിലേക്കുള്ള യാത്രയാണ്. നഫ്സുൽ മുത്മഇന്നയിലേക്കുള്ള യാത്രയാണ്. മനസ്സെപ്പോഴും ഇങ്ങനെ തിന്മ ചെയ്യാൻ വേണ്ടി പ്രേരിപ്പിച്ചുകൊണ്ടിരിക്കും. ആദം അലൈഹിസ്സലാമിനെ അല്ലാഹു സുബ്ഹാനഹു വ തആല ജന്നത്തിലേക്ക് പടച്ചിട്ടു. എന്നിട്ട് ആദം അലൈഹിസ്സലാമയോട് പറഞ്ഞു, ഈ മരം അത് തൊടാൻ പാടില്ല. ആദം അലൈഹിസ്സലാമിനോട് വീണ്ടും പറഞ്ഞു, ശൈത്താൻ എന്ന് പറയുന്നത് നിന്റെയും നിന്റെ പങ്കാളിയുടെയും ശത്രുവാണ്, സൂക്ഷിക്കണം. ഇതൊക്കെയും കണ്ടതിന് ശേഷവും അറിഞ്ഞതിന് ശേഷവും ആദം അലൈഹിസ്സലാമും ഹവ്വാ ബീവിയും ആ ആപ്പിളിന്റെ കഷ്ണം കടിക്കേണ്ടി വന്നു, ഭൂമിയിലേക്ക് അയക്കപ്പെട്ടു. ഞാൻ പറയുന്നത് ഭൂമിയിലേക്ക് വേണ്ടിയല്ല മനുഷ്യനെ സൃഷ്ടിച്ചത് എന്നല്ല, നേരെ മറിച്ച് ആദ്യമായ അള്ളാഹുവിന്റെ സൃഷ്ടിയായ മനുഷ്യ സൃഷ്ടിയായ ആദം അലൈഹിസ്സലാം പോലും ഈ തരത്തിൽ തെറ്റുകളിൽ അകപ്പെട്ടു പോയിട്ടുണ്ട് എന്ന് നമുക്ക് കാണാൻ സാധിക്കും. പക്ഷേ അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടമുള്ള മനസ്സ് എന്ന് പറയുന്നത്, മനുഷ്യൻ എന്ന് പറയുന്നത് തവ്വാബായ മനസ്സാണ്. മടങ്ങിച്ചെല്ലാൻ തയ്യാറുള്ള മനസ്സാണെങ്കിൽ അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടമുള്ള മനസ്സ് എന്ന് പറയുന്നത് അങ്ങനെ മടങ്ങി വരുന്ന മനസ്സ് തന്നെയാണ്. അതിന് വേണ്ടിയിട്ടാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല ദിക്റുകളിലേക്ക് വീണ്ടും വീണ്ടും വലിച്ചിഴച്ചു കൊണ്ടുവരുന്നത്. എത്ര പ്രയാസമുണ്ടെങ്കിലും ശരി, നമുക്ക് നിസ്കാരം നിർബന്ധം. അള്ളാഹുവിന്റെ അടുത്തേക്ക് അള്ളാഹു സുബ്ഹാനഹു വ തആല വിളിച്ചു കൊണ്ടേയിരിക്കുകയാണ്. എത്ര ബുദ്ധിമുട്ടുള്ള അവസ്ഥയിലാണെങ്കിലും ശരി, നിങ്ങൾക്ക് നോമ്പ് നിർബന്ധമാണ്. പക്ഷേ എല്ലാ കാര്യങ്ങൾക്കും, ഈ പറഞ്ഞ എല്ലാ ഇബാദത്തുകൾക്കും ഉഴുതറുകളുണ്ട്. ചില ആളുകൾക്ക് നമസ്കാരത്തിന്റെ സമയത്ത് നമസ്കരിക്കാൻ കഴിഞ്ഞില്ല, പിന്നീട് നമസ്കരിക്കാനുള്ള അവസരമുണ്ട്. രോഗാവസ്ഥയിൽ നമസ്കരിക്കാൻ കഴിഞ്ഞില്ല, നമസ്കരിക്കാനുള്ള അവസരമുണ്ട്. ഇതൊക്കെയും അല്ലാഹു നൽകുന്നുണ്ടെങ്കിലും 5 വക്ത് നമസ്കാരം എന്ന് പറയുന്നത് അത് അതിന്റെ സമയത്ത് നിർവഹിക്കണം എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു. ഈ പറയുന്നത് ചിട്ടയാണ്. ഇതൊരു ഹാബിറ്റ് ക്രിയേഷനാണ്. നമ്മുടെ സ്വഭാവത്തെ ക്രമീകരിക്കുന്നതിന്റെ, നമ്മുടെ ജീവിതത്തെ ചിട്ടപ്പെടുത്തുന്നതിന്റെ അള്ളാഹുവിന്റെ നാച്ചുറലായ മാതൃകയാണ് ഈ പറയുന്നത്. അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രാർത്ഥിക്കുമായിരുന്നു, അല്ലാഹുമ്മ ആതി നഫ്സി തഖ്വാഹ. അല്ലാഹുവേ, എന്റെ നഫ്സിന് അതിന്റെ തഖ്വയെ നീ നൽകണമേ.
അതിന്റെ വിശുദ്ധിയെ, അതിന്റെ സൂക്ഷ്മതയെ നൽകണമേ തമ്പുരാനെ. അതിനെ നീ വിശുദ്ധീകരിച്ച് നൽകണമേ, കാരണം നീയാണ് ഏറ്റവും നന്നായി വിശുദ്ധീകരിക്കുന്നവൻ. അൻത വലിയുഹ വ മൗലാഹ, നീയാണ് അതിന്റെ വലിയ, നീയാണ് അതിന്റെ മൗല, അതിന്റെ അധിപനും അതിന്റെ വലിയും എല്ലാം നീയാണ്. അള്ളാഹുവെ ഇതിനെ ഒന്ന് ശുദ്ധീകരിച്ച് തരണമേ എന്നുള്ള പ്രാർത്ഥന അള്ളാഹുവിന്റെ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രാർത്ഥിക്കുമായിരുന്നു. നമ്മുടെ ജീവിതത്തിൽ, നമ്മുടെ പ്രാർത്ഥനകളിൽ ഇത്തരം പ്രാർത്ഥനകൾ ഉണ്ടാവേണ്ടതുണ്ട്. ഞാൻ ആദ്യം പറഞ്ഞു വെച്ചതുപോലെ ഇത്തരം ഗോളുകൾ സെറ്റ് ചെയ്തുകൊണ്ട്, ഇത്തരം തീരുമാനങ്ങൾ എടുത്തുകൊണ്ട് ഈ റമദാനിനെ നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കേണ്ടതുണ്ട്. അള്ളാഹുവിന്റെ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്ന, നമ്മളെല്ലാവരും പരിശീലിച്ചിട്ടുള്ള, പഠിച്ചിട്ടുള്ള, ഏറ്റവും ആദ്യം ഒരുപക്ഷെ ഏറ്റവും ആദ്യം പഠിച്ചിട്ടുണ്ടാവുക ഹദീസ് എന്ന് പറയുന്നത് ഇന്നമൽ അഅ്മാലു ബിന്നിയ്യാത്ത് എന്നുള്ളതാണ്. നീയത്തിലായിരിക്കണം നമ്മുടെ ഓരോ കർത്തവ്യങ്ങളും ഉണ്ടാവേണ്ടത്. ഈ നീയത്തിന്റെ ഉദ്ദേശം, ഈ നീയത്തിന്റെ അടിസ്ഥാനം എന്ന് പറയുന്നത് കോൺഷ്യസ്നെസ് ആണ്. ഞാൻ നമസ്കരിക്കാൻ നിൽക്കുമ്പോ അള്ളാഹുവിന്റെ മുമ്പിലാണ് നിൽക്കുന്നത് എന്നുള്ള ബോധം വേണം. ആ നമസ്കരിക്കാൻ നിൽക്കുന്ന സമയത്ത് ഉണ്ടാവുന്ന ബോധമല്ലാതെ അതിനു വേണ്ടിയിട്ടുള്ള ബാങ്ക് കൊടുത്തു കഴിഞ്ഞാൽ ആ സമയം മുതൽ എന്റെ മനസ്സിന്റെ ഉള്ളിൽ ഈ നമസ്കാരത്തിന് വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പാണ്. ഈ നമസ്കാരത്തിന് വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പാണ്. അതിനുവേണ്ടി പള്ളിയിലേക്ക് നടന്നു പോകുന്നതാണ്. നടന്നു പോകുന്ന ഓരോ അടിക്കും അള്ളാഹുവിന്റെ അടുക്കൽ പ്രതിഫലം ലഭിക്കുന്നുണ്ട്. അള്ളാഹു ഇത് കാണുന്നുണ്ട്. അള്ളാഹു എന്റെ റെക്കോർഡിൽ ഇത് എഴുതപ്പെടുന്നുണ്ട് എന്ന് മനസ്സിലാക്കുന്നതാണ് കോൺഷ്യസ്നെസ്. അതാണ് നിയ്യത്ത്. നമസ്കാരത്തിന്റെ സമയമായിട്ടുണ്ട്, പള്ളിയിലേക്ക് പോകേണ്ടതുണ്ട്. പള്ളിയിൽ പോകുന്നു, നമസ്കാരം തുടങ്ങുന്നതിന് മുമ്പ് ഒളുവെടുത്ത് നമസ്കരിക്കാൻ വേണ്ടി ഒരുങ്ങുന്നു. ഒളുവെടുക്കുന്ന സമയത്ത് നമുക്ക് നിയ്യത്തുണ്ട്. ആ ഒളുവെടുക്കുന്നതിന് മുമ്പായിക്കൊണ്ട് അള്ളാഹുവെ എന്റെ പാപങ്ങൾ പുറത്തു തരണം. ഈ കൈ കഴുകുന്നതിലൂടെ ഈ കൈ കൊണ്ട് ഞാൻ ചെയ്തു പോയിട്ടുള്ള എല്ലാ പാപങ്ങളും പടച്ചവനെ നീ പുറത്തു തരണം എന്ന നിയ്യത്ത് അതിനുണ്ട്. മുഖം കഴുകുമ്പോൾ എന്റെ കണ്ണിലൂടെ ഞാൻ കണ്ടിട്ടുള്ള, വായ കഴുകുമ്പോൾ ഞാൻ പറഞ്ഞു പോയിട്ടുള്ള, എന്റെ വായിൽ നിന്ന് വന്നു പോയിട്ടുള്ള എല്ലാ തരം തിന്മകളും, കാല് കഴുകുമ്പോൾ ഞാൻ നടന്നു പോയിട്ടുള്ള എല്ലാ തെറ്റായ മാർഗങ്ങളിൽ നിന്നും പടച്ചവനെ എനിക്ക് മോചനം നൽകണേ എന്നുള്ള നിയ്യത്തിലൂടെയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ജീവിതത്തെ ചിട്ടപ്പെടുത്തുന്നത്. ഇങ്ങനെ നിയ്യത്ത് ഓരോ കർമ്മങ്ങൾക്കും, ഓരോ കാര്യങ്ങൾക്കും നമുക്ക് നിയ്യത്തുകൾ ഉണ്ടായിക്കൊണ്ട് വേണം, ഗോൾ സെറ്റ് ചെയ്തുകൊണ്ട് വേണം നമുക്കൊന്ന് മുന്നോട്ട് കൊണ്ടുപോകാൻ. ഇങ്ങനെ ആയിരിക്കണം നമ്മുടെ റമദാൻ എന്നാണ് പറഞ്ഞു വെക്കുന്നത്. രണ്ടാമത്തെ കാര്യം, ഇത് ഖുർആനിന്റെ മാസമാണ്. ഷഹ്റു റമദാൻ അല്ലദീ ഉൻസില ഫീഹിൽ ഖുർആൻ, ഇത് ഖുർആനിന്റെ മാസമാണ്. അള്ളാഹുവിന്റെ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഈ ഖുർആനിന്റെ മാസത്തിൽ അള്ളാഹുവിന്റെ പ്രവാചകരും ജിബ്രീൽ അലൈഹിസ്സലാമും തമ്മിലുള്ള കോൺവെർസേഷൻസ്, അവർ തമ്മിലുള്ള സംഭാഷണങ്ങൾ, ആ സംഭാഷണങ്ങൾ എന്ന് പറയുന്നത് ഖുർആനുകളായിരുന്നു. അള്ളാഹുവിന്റെ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ അങ്ങോട്ട് ഖുർആൻ ഓതിക്കൊടുക്കുകയും ജിബ്രീൽ അതിൽ എന്തെങ്കിലും തെറ്റുകൾ ഉണ്ടെങ്കിൽ അത് തിരുത്തി കൊടുക്കുകയും അതിനെ ഉറപ്പുവരുത്തുകയും ചെയ്യുന്ന ഒരു പരിപാടി, ഒരു സംഗതി നടക്കുമായിരുന്നു അള്ളാഹുവിന്റെ പ്രവാചകന്റെ റമദാനുകളിൽ. അള്ളാഹുവിന്റെ പ്രവാചകന്റെ റമദാനുകളിൽ മറ്റൊരു പ്രധാനപ്പെട്ട ഒരു സംഗതി ഇഅ്തികാഫ് എന്നുള്ളതായിരുന്നു. ഇഅ്തികാഫ് എന്ന് പറയുന്നത് ആധുനിക കാലഘട്ടത്തിൽ പ്രത്യേകിച്ച് നോക്കുകയാണെങ്കിൽ സോഷ്യൽ ഇന്ററാക്ഷൻസ് കുറക്കുക, സാമൂഹികമായ ഒരുപാട് ബന്ധങ്ങളും അതിൽ നിന്നും ചില സമയങ്ങളെങ്കിലും അതിൽ നിന്ന് ഒഴിഞ്ഞിരിക്കാൻ, ഞാനും എന്റെ റബ്ബും എന്റെ സെൽഫ് റിഫ്ലക്ഷനുമായി കൊണ്ട് എനിക്ക് എന്നെ കുറിച്ച് തന്നെ മനസ്സിലാക്കുവാൻ, ചിന്തിക്കുവാനുള്ള വഴികൾ തേടിക്കൊണ്ട് അതിനുള്ള സമയം ചിട്ടപ്പെടുത്തിക്കൊണ്ട് ഇഅ്തികാഫുകൾ നമ്മുടെ ജീവിതത്തിന്റെ നിരന്തരമായ ഭാഗമാക്കി മാറ്റാൻ പ്രത്യേകിച്ചും ഈ റമദാൻ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. അള്ളാഹുവിന്റെ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജീവിതത്തിൽ 9 പ്രാവശ്യം റമദാനിൽ ജീവിച്ചിട്ടുണ്ട്. അതിൽ 8 പ്രാവശ്യം 10 ദിവസം, അവസാനത്തെ 10 ദിവസം മുഴുവനായിക്കൊണ്ടും അവസാനത്തെ റമദാനിൽ 20 ദിവസവും ഇഅ്തികാഫിരുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. മറ്റൊരു കാര്യം കൂടി ഇതിന്റെ കൂടെ സൂചിപ്പിക്കുകയാണ്. അള്ളാഹുവിന്റെ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്, ആരെങ്കിലും ഒരാൾ അള്ളാഹുവിന്റെ പ്രവാചകരുടെ ഏതെങ്കിലും ഒരു ഇളവാക്കപ്പെട്ട ഒരു സുന്നത്ത്, അല്ലെങ്കിൽ അങ്ങനെ പോപ്പുലർ ആവാതിരിക്കുന്ന ഒരു സുന്നത്തിനെ മുറുകെ പിടിക്കാൻ വേണ്ടി തയ്യാറാവുകയാണെങ്കിൽ, അങ്ങനെ എല്ലാവരും ചെയ്തുകൊണ്ടിരിക്കുന്ന സുന്നത്ത് അല്ലാതെയും അത് കുറച്ച് ബുദ്ധിമുട്ടുള്ള സുന്നത്തായിരിക്കാം, അങ്ങനെയുള്ള സുന്നത്തുകൾ മുറുകെ പിടിക്കാൻ തയ്യാറാവുകയാണെങ്കിൽ
അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വർഗം വാഗ്ദാനം ചെയ്യുന്ന സന്ദർഭം നമുക്ക് കാണാൻ സാധിക്കും. ഇങ്ങനെ ഈ ഇഅ്തികാഫ് എന്ന് പറയുന്നത് അത്രത്തോളം പോപ്പുലർ അല്ലാതിരിക്കുന്ന ഒരു സന്ദർഭത്തിൽ അതിനെ ഉയർത്തിക്കൊണ്ടുവരുവാൻ, അതിലൂടെ ആത്മീയമായ ഒരു ക്ലെൻസിങ്, ആത്മീയമായ ഒരു വിശുദ്ധി കൈവരിക്കുവാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. അതിനുവേണ്ടി ഇഅ്തികാഫുകൾ നമ്മൾ അതിന്റെ ജീവിതത്തിലേക്ക് ചേർത്തെടുക്കേണ്ടതുണ്ട് എന്നുള്ളതാണ്. നാലാമതായി നമ്മുടെ സ്വഭാവം എന്ന് പറയുന്നത് അള്ളാഹുവിന്റെ വിശുദ്ധ ഖുർആനിനെ ബേസ് ചെയ്തുകൊണ്ടാണ്. അള്ളാഹുവിന്റെ പ്രവാചകരെ കുറിച്ച് പറഞ്ഞു ഇത് നടക്കുന്ന ഖുർആനാണെന്ന്. അള്ളാഹുവിന്റെ പ്രവാചകരുടെ സ്വഭാവത്തെ കുറിച്ച് പറയുമ്പോൾ അത് ഖുർആൻ തന്നെയാണ്. അപ്പൊ നമ്മുടെ ജീവിതത്തിൽ റമദാൻ ആവുന്നത് കൊണ്ട് എന്റെ സ്വഭാവത്തിൽ എന്ത് മാറ്റമാണ് വന്നിട്ടുള്ളത്? അങ്ങനെ മാറ്റം വരേണ്ടതുണ്ടോ? അങ്ങനെ വരേണ്ടതുണ്ടോ? നമ്മുടെ ജീവിതത്തിൽ നമ്മൾ പോലും അറിയാതെ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്, ഫഇന്നഹു യഅലമു സിർറ വ അഖ്ഫ. സിർ എന്ന് പറഞ്ഞ സീക്രട്ട് എന്നാണ്. അപ്പോ ഒരു കാര്യം നമ്മൾ ഒളിപ്പിച്ചു വെക്കുന്നത്, അല്ലെങ്കിൽ ഒരു കാര്യം നമ്മൾ ഒളിപ്പിച്ചു വെക്കുന്നുണ്ടെങ്കിൽ അത് എനിക്കറിയാൻ പറ്റും അതെന്താണ് എന്നുള്ളത്. അതാണ് സിർ. അപ്പൊ അള്ളാഹു അറിയുന്നുണ്ട് ഈ സിർ എന്താണെന്നുള്ളത്. അപ്പൊ അള്ളാഹു ഞാനും മാത്രമേ അറിയുള്ളൂ. അതിനേക്കാൾ താഴെ കിടക്കുന്ന, അതിനേക്കാൾ ഒളിഞ്ഞു കിടക്കുന്ന ചില സംഗതികളുണ്ട്, അതെനിക്ക് പോലും അറിയില്ല. ഞാൻ പോലും ശ്രദ്ധിക്കാത്ത എന്റെ മനസ്സിന്റെ പ്രശ്നങ്ങൾ, ഞാൻ പോലും ശ്രദ്ധിക്കാത്ത എന്റെ സ്വഭാവത്തിലെ പ്രശ്നങ്ങൾ, ഇത് അള്ളാഹുവിനറിയാം എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്. എന്നിട്ട് അള്ളാഹു പറയുകയാണ്, എന്നിട്ട് നമുക്ക് എല്ലാവർക്കും അറിയുന്നത് പോലെ മൻ അറഫ റബ്ബഹു അറഫ നഫ്സഹു. മൻ അറഫ റബ്ബഹു അറഫ നഫ്സഹു. ആരാണോ അള്ളാഹുവിനെ കുറിച്ച് അറിയുന്നത്, ആരാണോ അവന്റെ റബ്ബിനെ അറിയുന്നത്, അവൻ അവന്റെ നഫ്സിനെ അറിഞ്ഞു കഴിഞ്ഞിരിക്കുന്നു. പല സന്ദർഭത്തിലും നമുക്കറിയാൻ പറ്റും, നമ്മൾ പല ആളുകളെയും കാണുമ്പോൾ നമ്മുടെ പോരായ്മകൾ ചൂണ്ടിക്കാണിച്ചു തരുന്നത് നമ്മുടെ വളരെ അടുത്ത സുഹൃത്തുക്കളായിരിക്കാം. അവരുടെ ആ ചൂണ്ടിക്കാണിക്കലുകളെ ഏറ്റുപിടിച്ചുകൊണ്ട് നമ്മുടെ സ്വന്തം മനസ്സിനെ ഒറ്റക്കിരുത്തിക്കൊണ്ട് അതിനെ ചിന്തിപ്പിച്ചുകൊണ്ട് എന്റെ ജീവിതത്തിൽ എന്ത് മാറ്റങ്ങൾ വരുത്തേണ്ടതുണ്ട് എന്ന് ദൃഢപ്പെടുത്തിക്കൊണ്ട് അത് ഒരു ഗോളായി വെച്ചുകൊണ്ട് അതിനെ ഉന്നം വെച്ചുകൊണ്ട് ഈ റമദാനിൽ നമുക്ക് ഒന്നുകൂടി ഉഷാറാക്കിയെടുക്കാൻ സാധിക്കും. എല്ലാ തരത്തിലുമുള്ള വിശുദ്ധി, അത് മാനസികമാകട്ടെ, സാമ്പത്തികമാകട്ടെ, നമ്മുടെ ബന്ധങ്ങളിലുള്ള വിശുദ്ധിയാകട്ടെ, നമ്മുടെ ചിന്തകളിലുള്ള വിശുദ്ധിയാവട്ടെ, നമ്മുടെ ഫോണിലുള്ള വിശുദ്ധിയാവട്ടെ, നമ്മുടെ ഫോണിൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ അതിലുള്ള വിശുദ്ധിയാവട്ടെ, അതിലുള്ള തഖ്വയാവട്ടെ, ഇങ്ങനെയാവട്ടെ നമ്മുടെ റമദാൻ നമ്മളെ ശുദ്ധീകരിക്കുന്നത് എന്ന് ഈ സമയത്ത് ഓർമ്മിപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ്. അല്ലാഹു പറഞ്ഞു വെക്കുന്നുണ്ട്, വലാ തകൂനൂ കല്ലദീന നസുല്ലാഹ ഫഅൻസാഹും അൻഫുസകും. ഇനി നേരത്തെ പറഞ്ഞു വെച്ച എല്ലാ കാര്യങ്ങളുടെയും ആകത്തുക, ഈ പറഞ്ഞ വിശുദ്ധിയിലേക്കുള്ള നടന്നെടുക്കലുകൾ, ഈ വിശുദ്ധിയിലേക്കുള്ള നടന്നെടുക്കലുകൾ വരാൻ വേണ്ടി നമ്മൾ ചെയ്യുന്നത് സെൽഫായിട്ടുള്ള കോൺഷ്യസ്നെസ് ആണ്. നമ്മളെ തന്നെ തിരിച്ചറിയുന്ന പരിപാടികളാണ്. അതിന് വേണ്ടിയിട്ട് എന്താണ് വേണ്ടത് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിച്ചു തരുന്നു. വലാ തകൂനൂ കല്ലദീന നസുല്ലാഹ ഫഅൻസാഹും അൻഫുസഹും. നിങ്ങൾ അല്ലാഹുവിനെ മറന്നുകൊണ്ട് സ്വന്തത്തെ തന്നെ മറന്നു പോകുന്ന അവസ്ഥയിലേക്ക് എത്തരുത്. അപ്പൊ നിങ്ങൾക്ക് നിങ്ങളെ മനസ്സിലാവണമെങ്കിൽ നിങ്ങൾ അള്ളാഹുവിലേക്കുള്ള ചുവടുവെപ്പുകളാണ് അടുപ്പിക്കേണ്ടത്. അള്ളാഹുവിലേക്കുള്ള ചുവടുവെപ്പുകൾ അടുപ്പിക്കുമ്പോ അള്ളാഹു ഈ പറഞ്ഞിട്ടുള്ള അള്ളാഹുവിനറിയുന്ന സിറും അതേപോലെ അതിനേക്കാൾ താഴെയായി നിങ്ങളുടെ മനസ്സിന്റെ ഉള്ളിൽ കുടുങ്ങി കിടക്കുന്ന പ്രശ്നങ്ങളും ചൂണ്ടിക്കാണിച്ചു തരും, അത് റിവീൽ ചെയ്തു തരും അല്ലാഹു സുബ്ഹാനഹു വ തആല. അങ്ങനെ നമ്മളെ തന്നെ ഒരു പുതിയ വേർഷൻ ആയിക്കൊണ്ട്, ഒരു പുതിയ പതിപ്പായിക്കൊണ്ട് ഈ റമദാൻ കഴിയുമ്പോൾ എന്റെ തന്നെ ഒരു പുതിയ വേർഷൻ ആയിക്കൊണ്ട്, ഒരു പുതിയ പതിപ്പായിക്കൊണ്ട് ഞാൻ തന്നെ മാറണം എന്നുള്ളതായിരിക്കണം ഈ ഒരു റമദാനിൽ നമ്മൾ നടത്തേണ്ട ഏറ്റവും വലിയ ജിഹാദ് എന്ന് പറയുന്നത്. അള്ളാഹു പറയുന്നുണ്ട്, അല്ലദീന ജാഹദു ഫീനാ ലനഹ്ദിയന്നഹും സുബുലനാ. ആരാണോ അള്ളാഹുവിന്റെ മാർഗത്തിൽ ജിഹാദ് ചെയ്യുന്നത്, ആ ജുഹദ് എന്ന് പറയുന്നത് എന്റെ മനസ്സിനോടായിരിക്കാം, ആ ജിഹാദ് എന്ന് പറയുന്നത് എന്റെ മനസ്സിനോടായിരിക്കാം. അവന് ഞാൻ വഴി കാണിച്ചു കൊടുക്കും, വഴികൾ കാണിച്ചു കൊടുക്കും എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നുണ്ട്.
അപ്പൊ അള്ളാഹുവിലേക്ക് അടുക്കാനുള്ള മാർഗങ്ങൾ തേടി പോവുക, അള്ളാഹുവിന്റെ വിശുദ്ധ ഖുർആനിനെ പാരായണം ചെയ്യുകയും അത് പഠിക്കാൻ വേണ്ടി ശ്രമിക്കുകയും ചെയ്യുക. ഈ ഖുർആനിനെ എന്റെ മനസ്സിനെ, എന്റെ ജീവിതത്തിനെ കുറിച്ചുള്ള റിഫ്ലക്ഷന് വേണ്ടി ഉപയോഗിക്കുക, അതിനെ മനസ്സിലാക്കാൻ വേണ്ടി ഉപയോഗിക്കുക. അങ്ങനെ അള്ളാഹുവിലേക്ക് അടുക്കും തോറും അള്ളാഹുവിന്റെ ഏറ്റവും അടുത്ത ആളുകളിൽ നമ്മൾ പെട്ടുപോകും. അങ്ങനെ പെട്ടുപോവുകയാണെങ്കിൽ നഫ്സുൽ മുത്മയിന്നയായി നമുക്ക് മാറാൻ സാധിക്കും. അങ്ങനെ എത്തുന്ന നഫ്സുൽ മുത്മയിന്നയെ അള്ളാഹു സുബ്ഹാനഹു വ തആല സ്വർഗത്തിലേക്ക് ഇങ്ങനെ ഒഴുകി വിളിച്ചുകൊണ്ടിരിക്കും. അള്ളാഹുവിന്റെ പ്രത്യേകമായ അനുഗ്രഹങ്ങൾ നൽകിക്കൊണ്ടിരിക്കും. ഒരു റമദാൻ ലഭിച്ചിട്ടുള്ള ആളുകളുടെ രണ്ട് സന്തോഷങ്ങളെ കുറിച്ച് അള്ളാഹുവിന്റെ പ്രവാചകൻ പറയുന്നുണ്ട്. ഒന്ന്, അത് നോമ്പ് തുറക്കുമ്പോഴുള്ള സന്തോഷമാണ്. രണ്ടാമത്തത് അള്ളാഹുവിനെ കാണാൻ കഴിയുന്ന സന്തോഷമാണ്. അള്ളാഹുവിനെ കാണാനുള്ള ഭാഗ്യം പരലോകത്ത് വെച്ച് നമുക്ക് ഉണ്ടാവട്ടെ. അള്ളാഹുവിന്റെ റിയാനാകുന്ന കവാടത്തിലൂടെ സ്വർഗത്തിലേക്ക് കടന്നു പോകാനുള്ള ഭാഗ്യം നമുക്ക് എല്ലാവർക്കും ഉണ്ടാവട്ടെ. അഖൂലു ഖൗലി ഹാദാ വഅസ്തഗ്ഫിറുല്ലാഹൽ അദീം ലീ വലക്കും വഅൻ ജമീഉൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് വഅസ്തഗ്ഫിറൂഹു ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം.